കൂൾ ബാറിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള മുന്തിരി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏത് മുന്തിരി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തരത്തിലുള്ള മുന്തിരിയാണ് എടുക്കുന്നത്. അത് വെള്ളത്തിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വെച്ചതാണ്. അത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഏകദേശം 1-2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ച മുന്തിരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ മുന്തിരിൻ്റെ കളറൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് ഇറങ്ങി വരണം. ഇനി നമ്മൾ ഒരു ഇത്തിരിയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുന്തിരിൻ്റെ കളറൊക്കെ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നല്ലപോലെ വറ്റിയിട്ട് ഒന്ന് കുറുകി പോയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരി അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പുതിന വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുന്തിരി അരക്കുന്ന സമയത്ത് നമുക്ക് തണുത്ത വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല തണുപ്പോടുകൂടി നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കുടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ നല്ല തണുപ്പോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുട്ടികളൊക്കെ മുന്തിരി ജ്യൂസൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കൂൾ ബാറിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.